ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ മഞ്ഞുമല പോവാണ്. അപ്പോൾ ഞങ്ങൾ 2 years ബാക്കാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ വന്ന സമയത്തായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് -4 degree ആണ് അവിടെ ഞങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ കാണിച്ചത്. ഇനിയിപ്പോൾ അങ്ങോട്ട് കയറ്റി വിടുമോ എന്നൊന്നും അറിയത്തില്ല. കാരണം 2 days ബാക്ക് പോയ ആൾക്കാരൊന്നും അങ്ങോട്ട് കയറ്റി വിട്ടില്ല. കാരണം ഫോഗ് കാരണം ഒന്നും കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് മുകളിലേക്ക് കയറ്റി വിടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്കറിയില്ല ഞങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നൊന്നും അറിയത്തില്ല. എന്നാലും ഞങ്ങൾ പോവാണ്. ഇന്ന് സൺഡേ ആണ്, അപ്പോൾ എല്ലാവർക്കും ഓഫാണ്. അപ്പോൾ ഞങ്ങൾ റെഡിയായി വണ്ടി കയറി. അപ്പോൾ നോക്കാം. പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഭയങ്കര മഴയാണ്. ഞങ്ങൾക്കൊരു 3 hours ട്രാവലിംഗ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം മഴ എങ്ങനെയാണെന്നുള്ളത്. നല്ല മഴ, ഭയങ്കര മഴയുണ്ടോ. നമ്മുടെ ഡ്രൈവർ ഞങ്ങളിപ്പോൾ അങ്ങനെ പോണ വഴിക്ക് ഇങ്ങനെ ഒരു വാട്ടർഫോൾസ് അങ്ങനെ റോഡ് സൈഡിലാണ് കേട്ടോ. അത് സ്റ്റെപ്പായിട്ട് മലയേറെ മോടിന്ന് ഇങ്ങനെ എന്നത് റോഡാണ് കേട്ടോ. ഉണ്ടോ റോഡിൻ്റെ സൈഡിൽ. ഇത് മാത്രമല്ല ഇവിടെ ബാക്കിലും ഉണ്ട് ഞങ്ങളുടെ ഇവിടെ ഇങ്ങനെ കാണാം. റോഡ് സൈഡിലാണ് ഉണ്ടാണ് വണ്ടികളൊക്കെ കൊണ്ട്. ഞങ്ങളങ്ങനെ ടൊങ്കാരിരോ നാഷണൽ പാർക്കിലെത്തിട്ടോ. പക്ഷെ ഇവിടുന്ന് ഇനിയും ഞങ്ങൾക്ക് 39 minutes, ഞങ്ങൾക്ക് ഇനി ഇവിടെ നിന്ന് ഇനിയും 39 minutes കാണിക്കണുണ്ട്. ഇവിടെ നിറച്ച് മരങ്ങളാണ് കേട്ടോ. അത് കാടിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. സിംഹംപുരി ഒന്നും ഇല്ലല്ലോ. ന്യൂസിലാൻഡ് സിംഹംപുരി ഒന്നും ഇല്ലല്ലോ. സുജിത് ഭക്തനും ഒരു വെല്ലുവിളി ആയിക്കൊണ്ടിരിക്കുന്ന വീണാസ് വേൾഡ് എന്ന് പറയുന്ന ഈ ചാനൽ സുജിത് ഭക്തനും ഒരു വെല്ലുവിളി ആയിക്കൊണ്ടിരിക്കുന്ന ഒരേ ഒരു ചാനൽ വളർന്നുകൊണ്ടിരിക്കുന്ന വീണാസ് വേൾഡ്. ഈ ചാനലിന് എൻ്റെ പേരിലും കേരള ഫയർഫോഴ്സിന്റെ പേരിൽ ഞാൻ നന്ദി അർപ്പിക്കുന്നു. അതുപോലെ മുന്നോട്ടുള്ള കാര്യങ്ങളും വളരെ ഭംഗിയായി നടക്കട്ടെ. ഓരോ വീഡിയോയ്ക്കും ഒരു 10 ലക്ഷം അല്ല 10 ലക്ഷം അല്ല 50 ലക്ഷം വ്യൂ കിട്ടട്ടെ എന്ന് ഞാൻ താഴ്മതയോടെ കഴിഞ്ഞ വഴിയില്ല നിന്റെ സബ്സ്ക്രൈബേഴ്സിനെ ഞാൻ അപേക്ഷിക്കുന്നു. 15 kilometer സ്പീഡാണ് കേട്ടോ. 15 kilometer. ഹിമാലയ സാനുക്കളെ വെല്ലുന്ന ഹിമാലയ സാനുക്കളെ പോലും വെല്ലുന്ന ഹിമവാന്റെ താഴ്വരയിലൂടെ ഹിമവാന്റെ താഴ്വരയിലുള്ള രാജവീതിയിലൂടെ ഞങ്ങൾ ഹക്കുനിയിലെ നാഷണൽ പാർക്കിന്റെ പേരെന്താ? ടൊങ്കാരിരോ നാഷണൽ പാർക്കിലൂടെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഓപ്പോസിറ്റ് വരുന്ന വണ്ടികളൊക്കെ നല്ല രീതിയിൽ മഴ നനഞ്ഞിട്ടുണ്ട്. അതുപോലെ ചെറുതായിട്ട് ഫോഗ് വഴിയിലുണ്ട്. ഇവിടെ അങ്ങനെ മൊത്തം കൊക്കയല്ലാന്ന് തോന്നുന്നു. ഇവിടെ ഉണ്ട് കേട്ടോ മഞ്ഞ താഴെ ചെറുതായിട്ട്
മഞ്ഞ് കാണാട്ടോ. അതെ മഞ്ഞാണ് താഴെ. ഇവിടെ ഹെലികോപ്റ്ററിലാണ് പോയില്ലേ? ഇവിടെ അങ്ങനെ മഞ്ഞ് പൊതിച്ചെടുക്കുന്ന വഴിയാണ്. എന്തുവാ അത്? നല്ല മഞ്ഞാണ് കേട്ടോ. ഫോഗാണേ, ഭയങ്കര ഫോഗാണ്. കാണിക്കണ്ടല്ലോ. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് എൻട്രി ചെയ്യണ വഴിയിൽ ഒരാൾ നിൽക്കണുണ്ട്. അപ്പൊ അയാൾ ചോദിച്ചത് നമ്മുടെ ഈ വീൽസും ഇടാനായിട്ട് എന്തുണ്ടാവും, വീൽ ചെയിൻ ഉണ്ടോന്ന് ചോദിച്ചു കേട്ടോ. അപ്പൊ നമ്മൾക്ക് കാരണം ഇവിടെ റോഡ് മുഴുവൻ സ്നോയാണ്. അപ്പോൾ നമ്മളുടെ വണ്ടി സ്കിഡ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ടയറും വണ്ടികൾക്കാണെങ്കിൽ അത് പ്രശ്നമില്ല. നമ്മുടെ വണ്ടി 4x4 അല്ല. ഇവിടേക്ക് ഇങ്ങനെ സ്നോ വീണ് കിടക്കുന്നത് കേട്ടോ. ഭയങ്കര സ്നോ അല്ലടാ. ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ അങ്ങനെ സ്നോയാണ് കേട്ടോ. കണ്ടോ? വാവ്. മൊത്തം മഞ്ഞുണ്ടോ? ഞാൻ മഞ്ഞ ഞാൻ നനയാനോ ജാക്കറ്റ് ഇടണം. ഇതൊക്കെ ഇങ്ങനെ മഞ്ഞുണ്ടോ, ഐസുണ്ടോ. ഭയങ്കര ഭയങ്കര കാറ്റാണ് കേട്ടോ. അപ്പൊ നമ്മള് ചെരുപ്പ് മാറ്റാണ് കേട്ടോ. ഭയങ്കര ബൂട്ട് കിട്ടുന്നുണ്ടേ. ആക്ച്വലി ഞങ്ങള് ഗ്ലൗസ് ഇട്ടു, എല്ലാവരും ഇതൊക്കെ ഇട്ടു. പുറത്തിറങ്ങിയപ്പോ മഴ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഞങ്ങളെല്ലാവരും ഇപ്പൊ വണ്ടി കയറിയിരിക്കാണ്. 12 മണിക്ക് ശേഷം മഴയില്ലാന്നാണ് കാണിക്കുന്ന വെതർ പ്രകാരം. അപ്പൊ ഞങ്ങളിപ്പോ വണ്ടിയിൽ വെയിറ്റ് ചെയ്യാണ്. മുഖത്തേക്ക് ഒരു ഐസ് അടിച്ച് വന്നിട്ട് നമ്മൾക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ എന്താവെന്ന് അറിയില്ല. നമ്മളെന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യാണ്. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, കാരണം മഴ ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്നിട്ട് ഇപ്പൊ എനിക്കിങ്ങനെ കാണാൻ പറ്റും, പക്ഷെ കാണാൻ പറ്റും, പക്ഷെ വീഡിയോയിൽ അത് അത്ര ക്ലിയർ ആവില്ല. എന്തായാലും കുറച്ചേരം കൂടി വെയിറ്റ് ചെയ്യാം. ഓക്കെ ആയിരിക്കും എന്ന് വിചാരിക്കാം. ഇവിടെ പുറത്ത് കാണാൻ ഈ വീഡിയോയിൽ അത്രയ്ക്ക് പറ്റണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതായത് മല കണ്ടോ, മല. അപ്പം ഞങ്ങളങ്ങനെ മഴ പെയ്യണുണ്ട്, എന്നാലും ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടാ. ഒന്ന് മഴ കുറഞ്ഞതാണ് ആക്ച്വലി. ഇവിടെ ഐസൊക്കെ ഉണ്ട്. ഐസിക്കൂടെ നടന്നു പോകുന്നു ഞങ്ങൾ. കയ്യൊക്കെ നനക്കണ്ട. എടി ആ സിബിട്ടെ കുഞ്ഞി ആ സിബിട്ടെ അതിന്റെ തക്കണ്ട നിനക്ക്. നീ എന്തിനാ തുറന്ന കുറിഞ്ഞേ? എങ്ങനെയുണ്ട് മഴ? മഴ മഞ്ഞ് എന്നിട്ടൊരു സാധനം കൊണ്ടുവച്ചേ. ഇങ്ങോട്ട് മാത്രം നടക്കാൻ പറ്റുള്ളൂ. സുട്ടിന് മുഖത്തേക്ക് അടിക്കാൻ വേണ്ട, തിരിച്ചു പിടിക്കുക. ഇങ്ങോട്ട് തിരിച്ചു പിടിക്കുക, എന്റെ മുഖത്തേക്ക് അടിക്കുക. ഇങ്ങനെ മാത്രം നടക്കാൻ പറ്റുള്ളൂ. അയ്യോ അപ്പൊ ഞങ്ങള് അങ്ങനെ ക്ലിയർ അല്ലോ. എന്റെ വീഡിയോ എടുത്തല്ലേ.
പോരട്ടെ 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 പോരട്ടെ. പൈസ അല്ലേ ഉള്ളി കയറില്ല. അപ്പൊ ഞങ്ങള് ഇവിടെ നിന്ന് ഇറങ്ങാണ്. സ്റ്റില്ല് മഴയുള്ളതുകൊണ്ട് കൈയൊക്കെ ചുമന്നിരിക്കുന്നുണ്ടോ? കാണുന്നുണ്ടോ? കയ്യൊക്കെ ചുമന്നിരിക്കുന്നുണ്ടോ? മഞ്ഞുണ്ടോ? അപ്പം അങ്ങനെ ഞങ്ങൾ മഞ്ഞുമലയൊക്കെ കണ്ട് ഒരൊന്നൊന്നര കുളി കുളിച്ചു. മഴ കാരണം അങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ബാക്ക് ടു ഹോം. ഡ്രൈവർക്ക് എന്താ പറയാനുള്ളത്? നല്ല ട്രിപ്പ് ആയിരുന്നു, പക്ഷെ മഴ ചതിച്ചു. വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പക്ഷെ നമ്മൾ ആക്ച്വലി ഞങ്ങൾ പോകുന്ന സമയത്ത് വീട്ടിൽ നിന്ന് മഴ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളുടെ അവിടെ നിന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ ഇവിടെ മഴയില്ലായിരുന്നു കാണിച്ചത്. പക്ഷെ ഓൺ ദ വേ ഞങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ ഇവിടെ മഴ കാണിച്ചു. പിന്നെ ഓൾറെഡി പോകുന്ന കാരണം ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു മാത്രം. സമയം ഇപ്പോൾ 3 o'clock ആയി. ഇനി ഫുഡ് കഴിക്കണം. നല്ല വിശപ്പുണ്ട് എല്ലാവർക്കും. ഇപ്പോൾ ഫുഡ് കോർട്ടിലെത്തിയിട്ട് ബാക്കി കാണിച്ചാലും എവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ തീരുമാനമൊന്നും ആയിട്ടില്ല. പോണ വഴിക്ക് McDonald's KFC ഏതെങ്കിലും കാണാണെങ്കിൽ കഴിക്കാം എന്നാണ് ഇപ്പോഴത്തെ തൽക്കാലത്തെ പ്ലാൻ. നല്ല മഞ്ഞ് കണ്ടോ? അങ്ങനെ മഞ്ഞ് മൊത്തം നല്ല ഫോഗാണല്ലോ. കാണില്ല. ആക്ച്വലി 6 degree ഒക്കെ കാണിക്കുന്നത്. പക്ഷെ അതൊന്നും നല്ലതാണോ അല്ലേ? 6 degree ആണ് കാണിക്കുന്നത്. പക്ഷെ ഇതൊന്നും ഒരു മൈനസ് ഒക്കെ ടെമ്പറേച്ചർ വരും. വണ്ടിയൊന്നും കാണുന്ന പോലില്ല. ലൈറ്റ് എത്തുന്നതുകൊണ്ടാണ് അകലെ നമുക്ക് വണ്ടി ഉണ്ടെന്ന് കാണുന്നത് പോലും. അപ്പൊ ഞങ്ങള് ഓൺ ദ വേ ഇങ്ങനെ പൊട്ടറ്റും ക്യാരറ്റൊക്കെ അങ്ങനെ വിൽക്കണ്ടായി ജയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് നോക്കാൻ ഇറങ്ങാം കേട്ടോ. എങ്ങനെയാ പൈസ? എങ്ങനെയാ? ഇത് 10. കുർണി നമ്മളെവിടെ വന്നു? കുർണി നമ്മളെവിടെയാടി വന്നത്? പറയടി. അർത്ഥ എന്തർത്ഥ? പൊന്നു ഞാൻ പറയും. ഇവളുടെ ബർത്ത്ഡേ ഉണ്ടോ 3 ദിവസം കഴിയുമ്പോ? 3-ാം തീയതി 3rd of September. എനിക്ക് എന്ത് ഗിഫ്റ്റ് ആടി വേണ്ടേ? ബർത്ത്ഡേ ആയിട്ട് ഇവിടേക്കപ്പോൾ ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഗിഫ്റ്റ് വാങ്ങാൻ പോണം. അപ്പം ഞങ്ങളങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് എന്തിന് ഓൾറെഡി വീഡിയോ എടുത്ത് വെച്ചാൽ ഫുഡ് വെച്ചിക്കണം. ഞങ്ങള് വയറൊക്കെ ഭയങ്കരമായിട്ട് ഒച്ചുണ്ടാക്കുന്നുണ്ട്. കാരണം ഞങ്ങൾ അവിടെ നിന്ന് 3 മണിക്ക് പോന്നിട്ട് ഇപ്പൊ എത്ര മണി? 7 മണി ഞങ്ങള് ഫുഡ് ഫുഡ് കഴിക്കുന്ന സമയമാണ് ഞങ്ങളുടെ സമയം. കാരണം അവിടെ നിന്ന് 3 മണിക്കൂർ ട്രാവൽ വന്നു ഇങ്ങോട്ട് എത്താനായിട്ട്. ഇടയിൽ ഫുഡ് കഴിക്കാൻ ഫുഡ് കോർട്ട് ഇടയിലൊന്നും ഉണ്ടായിരുന്നില്ല ആക്ച്വലി. അതുകൊണ്ടാണ് ഇടയിൽ ഉണ്ടായിരുന്നത്. ഒരു McDonald's ആയിരുന്നു. ആർക്കും McDonald's കഴിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ലാസ്റ്റ് ഞങ്ങൾ ചിക്കിങ്ങിൽ വന്നു ഫുഡ് കഴിക്കാതിരിക്കണം അല്ലേ? ചിക്കിങ്ങിൽ വന്ന് ഫുഡ് കഴിക്കാതിരിക്കണം. ചിക്കൻ അല്ലാതെ പിന്നെ വല്ല വേറെ ഒന്നും